സാറിന് എന്തൊക്കെ സാധനങ്ങളാണ് ഇപ്പൊ കളക്ട് ചെയ്യുന്നത്? എന്റെ ചെറുപ്പം മുതലേ ഞാൻ പല പല സാധനങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതിൽ കുറേയൊക്കെയാണ് ഇത്, എല്ലാം ഇവിടെ ഇല്ല, കുറേയൊക്കെയാണ്. അത് തന്നെ അവിടെ ആ ഭാഗത്ത് കാണുന്ന ഒരു ആമയുടെ തോടാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആൻഡമാൻസ് നിന്നും കൊണ്ടുവരിച്ചതാണ്. ആൻഡമാൻസിൽ നിന്ന് അവിടുന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ കയ്യിൽ വന്നിട്ട് തന്നെ ഏകദേശം ഒരു 30 കൊല്ലമെങ്കിലും ആയി കാണണം. അതോടൊപ്പം തന്നെ ഈ മാനിന്റെ കൊമ്പ് അതൊരു 50 വർഷത്തിൽ കൂടുതൽ എൻ്റെ കയ്യിലുള്ളതാണ്. അത് എൻ്റെ ഫാദറിനില്ല തേക്കടിയിലെ ഒരു എസ്റ്റേറ്റിലെ സൂപ്രണ്ടായിരുന്നു, അദ്ദേഹം കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ വേറെയും കുറെ ഇതുണ്ട്. ഇതൊക്കെ അത് നമ്മുടെ നാടൻ കാളയുടെ കൊമ്പ് തന്നെയാണ്. കാളയുടെ കൊമ്പാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി, സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ആണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലെ, ഇത് ബുദ്ധന്റെ പ്രതിമപ്പെടുന്ന ഒരു ഉപകരണമാണ്. ശബ്ദം ഒരു പ്ലേറ്റിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് ആ പ്ലേറ്റിൽ നിന്നും വീണ്ടും ശബ്ദമായിട്ട് മാറ്റുന്ന ഒരു സംവിധാനമാണ്. ഇത് കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. നമ്മുടെ കറണ്ടും പെട്രോളും ഡീസലും ഒന്നുമില്ലാത്ത ഒരു സമയത്ത് അദ്ദേഹത്തെ കണ്ടുപിടിച്ച ഒരു സ്പ്രിങ്ങിന്റെ ശക്തിയാലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു മോഡലാണ്. കാസറ്റ് 2 in 1 എന്നറിയപ്പെടുന്നു. പാരീസ്, കുവൈറ്റ്, മലേഷ്യ, ഇസ്രായേൽ, തായ്ലൻഡ്, നമ്മുടെ ഈ ഭൂമിയിലെ പലയിടത്തും അഗ്നിപർവ്വതങ്ങളുണ്ട്. അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോഴേ അതിൻ്റെ മുകളിൽ നിന്നും ഉരുകിയ ഒരു ദ്രാവകം ഇങ്ങോട്ട് ഒലിച്ചിറങ്ങി അത് കിലോമീറ്റർ കണക്കിലെല്ലാം പോയി അവിടെ എല്ലാം ലാവയാണിത്. അതാണിത്, കട്ടിയായതാണ്. അതെൻ്റെ ഒരു റിവ്യൂ വിംഗ് കമാൻഡർ ജേക്കബ് കെ പാലമൂട്ടിൽ കളക്ട് ചെയ്തതാണ്. ഫോറിൻ കുപ്പികൾ കളക്ഷനുണ്ട്. വവ്വാലിന്റെ രൂപമാണ്. ഇത് പഴയ കാലത്തുണ്ടായിരുന്ന ഈ 8 കെട്ട് 4 കെട്ട് ഒക്കെ പറയുന്നതിന്റെ അതിന്റെ മുഖപ്പാണ്. ഇത് കീ ചെയിന്റെ എല്ലാ രാജ്യങ്ങളും പോകുമ്പോൾ അവിടുന്ന് ഏതെങ്കിലും 1-2 കീ ചെയിൻസ് കളക്ട് ചെയ്തുകൊണ്ട് പോരും. പഴയ കാലത്തെ ഈ എന്താ പറയുന്ന പനിനീര് കുടയാന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. അതിന് പനിനീർ കുപ്പി എന്ന് വേണേൽ പറയാം. ഞാൻ ഗുജറാത്തിൽ തന്നെ സബർമതി ആശ്രമത്തിൽ നിന്ന് പഠിച്ചതാണ്. മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിൽ തന്നെ ഗുജറാത്തില്. ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ? ആദ്യം റേഡിയോ കണ്ടുപിടിച്ചിരുന്നപ്പോഴേ ഈ ശബ്ദത്തിന്റെ തരംഗങ്ങളെ റേഡിയോ തരംഗങ്ങളായി മാറ്റുന്നതിനും അതിനെ തിരിച്ചു വീണ്ടും റേഡിയോ തരംഗങ്ങളെ ശബ്ദ തരംഗങ്ങളായി മാറ്റുന്നതിന് ഉപയോഗിച്ചിരുന്നത് വാൽവുകൾ എന്ന് പറയുന്ന ഒരു ചെറിയ ഇതായിരുന്നു. അപ്പം അന്ന് ഉപയോഗിച്ചിരുന്നത് വാൽവുകളായിരുന്നുകൊണ്ട് അതിനെ വാൽവ് റേഡിയോ ആണ് അറിയപ്പെട്ടത്. ഇന്ന് അതേ സ്ഥാനത്ത് ഉപയോഗിക്കുന്നത് ട്രാൻസിസ്റ്ററാണ്. ചെറുതിങ്ങനെ വീശുന്നുണ്ടായിരുന്നത്. ഇതതിൻ്റെ വലിയൊരു മോഡലാണ്. റിസ്റ്റ് വാച്ചിന്റെ മോഡലിൽ ഉണ്ടാക്കിയെന്നുള്ളതേ ഉള്ളൂ. അത് ബാറ്ററിയാണ് പുറകിൽ. അതിന് ഫീൽഡ് ഫോട്ടോസ് ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു ക്യാമറയാണ് ഇത്. അതിന്റെ പേര് വാഗീശ്വരി ക്യാമറാസ്. ജർമ്മനിയിലെയും ഇംഗ്ലണ്ടിലെയും ക്യാമറ ശേഖരങ്ങളിൽ അമൂല്യ നിധിയാണ് വാഗീശ്വരി ക്യാമറ. ഇപ്പോഴേ നമ്മൾ തുറന്നു വെച്ച് കഴിയുമ്പോൾ അവരിൽ കൂടെ പ്രകാശം കയറി ഇവിടെ ഉള്ള ഒരു ഇതിന്റെ പുറകിലുള്ള ഒരു ഗ്ലാസ്സിൽ വന്ന് വീഴും. നമുക്ക് ഇത് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. ശേഖരിക്കുന്ന കൂട്ടത്തില് ഇങ്ങനെയുള്ള ക്യാമറയുടെ ഫോട്ടോസ് കണ്ടപ്പോൾ എന്നെ വളരെ ആകർഷിച്ചു. ഞാനിങ്ങനെ പലയിടത്തും അന്വേഷിച്ച് നടന്നു. എല്ലാ സ്റ്റുഡിയോയിലും ഉണ്ടെങ്കിൽ അവരാരും തരില്ല. എൻ്റെ ഇവിടെ അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിലെ ഒരു ആളോട് ഞാൻ ചോദിച്ചു, ഇത് ഇടയിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഉണ്ട്. ഡ്രസ്സുള്ള കൂട്ടത്തിലാണ്. അത് ഒരു ഹോബിയാണോ? അത് എൻ്റെ ഒരു ഹോബിയാണോ? അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാനിങ്ങനെ
പഴയ വസ്തുക്കളും ഇങ്ങനെയുള്ളതായ പലരും വേസ്റ്റ് ആണെന്ന് പോലും കരുതുന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വിൽക്കുന്ന ഒരു